ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. 2 ഫ്ലേവറിലുള്ള ചോക്കോ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഫ്ലേവറിലുള്ള സ്പോഞ്ച് കേക്കാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒന്ന് ഇതുപോലെ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ തയ്യാറാക്കുന്ന അതേ സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ മുന്നേ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ കേക്ക് ഇപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ലെയർ ചെയ്തെടുക്കണം ഈ കേക്കിനെ. എന്നിട്ട് നമ്മൾ ഒരു ലെയറാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഇതുപോലെയുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊരു 3 ലെയറാക്കി എടുത്തിട്ട് ഇതിൽ നിന്ന് 2 ലെയറാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മുകൾ ഭാഗത്തുള്ള ഈ ഒരു പോർഷന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ കേക്കിനെ നമുക്ക് 3 ലെയറാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് 2 ലെയർ എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീമും ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടേൺ ടേബിളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് കുറച്ച് ഇതുപോലെ ക്രീമാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിനെ നമുക്കിനി ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒന്ന് വെറ്റാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ഡാർക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് റെഡ് കേക്ക് വെച്ച് കൊടുക്കാം. അതിനെയും ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒന്ന് വെറ്റാക്കി എടുക്കുക. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കേക്കിനെ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ക്രീം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം നമുക്കൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷം പിന്നെ അടുത്ത കോട്ടിങ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്കിന് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് കേക്കിന് ഫുള്ളായിട്ട് ഒന്ന് ക്രീം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിലാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കേക്ക് ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ച് ഒന്ന് എടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ കുറച്ച് സമയം വെച്ച് എടുത്തതാണ്. ഇനി കേക്കിന് ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി കേക്കിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഒന്ന് സെറ്റ് ആയതിന് ശേഷം വേണം നമുക്കിതിൻ്റെ മുകളിൽ ഗണാഷ് ഒഴിക്കാൻ. ഗണാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ചൂടായി ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചൂടുള്ള വിപ്പിംഗ് ക്രീമിൽ കിടന്നിട്ട് ചോക്ലേറ്റൊക്കെ പെട്ടെന്ന് മെൽറ്റായിക്കോളും.
അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാൻ. കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗണാഷേനെ ഒന്ന് പൈപ്പിംഗ് ബാഗിലാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറി വരുമ്പോൾ ഗണാഷ ഒന്ന് കുറച്ചും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത കേക്കിനെ ഞാൻ ഇതുപോലെ ഒരു വയർ റാക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഗണാഷ് ഒഴുകി പോകാൻ വേണ്ടിയിട്ട് അടിയിലൊരു പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വേസ്റ്റ് ആവില്ല ഗണാഷ്. കേക്കിനെ ഫുള്ളായിട്ട് ഗണാഷ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. ഈ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം കേക്കിനെ എടുത്തിട്ട് നമുക്ക് ഈ ഗണാഷ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. ഇപ്പോൾ കേക്കിൽ ഒഴിച്ച ഗണാഷൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു ക്രംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡ് കേക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് ഫ്രൈ പാനിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അത് ഇതുപോലെ നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് ഇതുപോലെ ക്രംസ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് 2-3 ചെറീസ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലൊരു ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻസൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് സിഗേഴ്സും ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് പോയി നോക്കുക. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്